ഞങ്ങളെ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ആനകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തൃശ്ശൂരിൻ്റെ പക്കത്തും ഭാരതപ്പുഴയുടെ അങ്ങേപ്പുറത്തും പെരിയാറിൻ്റെ ഇങ്ങേപ്പുറത്തുള്ളതായ ആനകളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ എന്നൊരു ആക്ഷേപമുണ്ട്. ഇപ്പം അതിൽ നിന്ന് വിട്ടിട്ട് തിരുവിതാംകൂറിൽ ഹൈ റേഞ്ചിലുള്ളതായ ആനകളെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു. ഇപ്പോൾ ഈ എപ്പിസോഡിൽ ഗണപതി എന്ന് ഇപ്പോൾ പേര് വിളിക്കുന്ന അക്ബർ എന്ന് പറയുന്ന ഒരു ആനയെ പറ്റിയിട്ട് പ്ലാത്തോട്ടം അപ്പച്ചൻ്റെ ഒരു ആനയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ അക്ബർ എന്ന് പറയുന്ന ഗണപതിയായിട്ടുള്ള ഒരു പ്രത്യേകത, അത് കേരളത്തിലെ നിലമ്പൂർ കാടുകളിൽ കുഴിയിൽ വീണിട്ടുള്ള ഒരു ആനയാണ്. അവിടെ ഇപ്പോൾ നിലമ്പൂരും കേരളത്തിൽ എവിടെയും ആനയെ പിടിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. പക്ഷെ നിലമ്പൂർ കാട്ടിൽ വന്നിട്ടുള്ള സഹ്യൻ്റെ യഥാർത്ഥ പുത്രനായിട്ട് സാധനമാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 45-46 വയസ്സ് 47 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഈ ആന പരിപൂർണമായിട്ടും കേരളത്തിൻ്റെ സന്തതിയാണ്. സഹ്യൻ്റെ മകനായിട്ടുള്ള ഒരു സാധനമാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ അംഗലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാം. നിങ്ങൾക്കെല്ലാവർക്കും കാണാവുന്ന സാധനമാണ്. അതിൻ്റെ അംഗപ്രത്യംഗം ഇതൊന്നും ഈ കണ്ടുകൊണ്ടിരിക്കുക. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു ജനുസിൽപ്പെട്ടിട്ടുള്ളതായ ഒരു ആനയാണ്. ഒഴുക്കിനെതിരെയുള്ള ഒരു സഹ്യപുത്രൻ്റെ ചുറുചുറുക്കാർന്ന നീന്തൽ. ആനയെ വാങ്ങാൻ അഡ്വാൻസിനോടും മുമ്പേ തന്നെ അവനുള്ള പുതിയ പേര് ചിന്തിച്ച് തല പുകയ്ക്കുന്നവർക്കും, എന്തായാലും അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, എന്തിനാ വെറുതെ ഒരു വയ്യാവേലി പേരെന്ന് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരുടെ സ്വന്തം അയ്യപ്പ നാരായണ രാമരാജ. അപ്പോൾ ഈ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഈ ആന വന്നതിന് ശേഷം അനവധി ആനകൾ ഇദ്ദേഹം മേടിച്ച് വിറ്റിട്ടുണ്ട്. അതെ, ഏകദേശം ഒരു 10-40 ആനകളെ വരെ. എന്തുകൊണ്ട് ഈ ആന വിറ്റില്ല? ഇത് ലക്ഷണമൊത്ത ആനയും നമുക്ക് ആൾക്കാർക്കും ഇഷ്ടമായി, വീട്ടുകാർക്കും എല്ലാവർക്കും ഏത് സമയത്തും കയറി ചെല്ലുകയോ കൊടുക്കുകയോ അടിച്ചു വെള്ളം കൊടുക്കുകയോ. വീട്ടിലൊരു ഐശ്വര്യമൊക്കെ ഉണ്ട്. ഐശ്വര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് തന്നെ നല്ല ഐശ്വര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വിൽക്കേണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ കുറിച്ച് ചേട്ടൻ പറയാല്ലേ? അതെ, ചേട്ടൻ പറയാം. അല്ലേ? അതെ അതെ. നമ്മൾ ഈ പല ആനകളും ഇപ്പം ആനൊക്കെ ഈ ആന ഉടമസ്ഥന്മാരിൽ അത് കുറേ പേർക്കെങ്കിലും ആന എന്നുള്ളൊരു വരുമാനത്തെക്കാളും കൂടുതൽ ആന ഒരു സ്ഥാനത്തിൻ്റെ ആഠ്യത്വത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒക്കെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അവരൊരു ആനയെ ആദ്യം മേടിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവനുള്ള പേര് കണ്ടുവച്ചിട്ടായിരിക്കും ആന കൊണ്ടുവരുന്നത് തന്നെ. പക്ഷേ വേറൊരാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആനയ്ക്ക് അക്ബർ എന്നൊരു പേര്. സ്വാഭാവികമായിട്ടും പഴയ ഉടമസ്ഥൻ ഒരു മുസ്ലിം ആയിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ട് ഈ ആനയുടെ പേര് മാറ്റേണ്ടതെന്ന് വിചാരിച്ചത്? അതിൻ്റെ രീതി നമ്മളിങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന അറിയാൻ മേലാതെ വരും ആൾക്കാർക്ക്. പിന്നെ അറിയാവുന്നവർക്ക് ഇതിനെപ്പറ്റി ഇതാ പേര് മാറ്റിയെന്നുള്ള ധാരണ വരും. അതുകൊണ്ട് മാറ്റിയാതെ ഗണപതി തന്നെ വിളിക്കുന്നു. ഇങ്ങനെ ചില പാട്ടത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഗണപതി എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചാലായിരിക്കും കൂടുതൽ. അത് അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് അറിയത്തുള്ളൂ. ഗണപതി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് നമ്മുടെ ഉത്സവ കമ്മിറ്റിക്കാർക്കും മുതലാളിമാർക്കും മാത്രമേ അത്ര അറിയത്തുള്ളൂ. ആന അറിയുന്നത് അക്ബർ. ആനക്കമ്പക്കാർക്ക് മാത്രമല്ല, ആന ചികിത്സകർക്കും കൊമ്പ് മിനുക്കൽ വിദഗ്ധർക്കുമെല്ലാം ഒരുപോലെ ഒരു അത്ഭുതവും സമസ്യയുമാണ് അക്ബർ ആശാന്റെ ഇടത്തെ കൊമ്പ്. കടഭാഗത്തു നിന്നും വളർന്നു തുടങ്ങുമ്പോൾ വലത്തെ കൊമ്പിനേക്കാൾ തുടിപ്പും ഓജസ്സുമുള്ള ഇടത്തെ കൊമ്പ് തുമ്പിക്കൈയിൽ ഉരഞ്ഞ് തിങ്ങി പുറത്തേക്ക് വന്ന് അറ്റം തേഞ്ഞ് നേർത്ത് ചെറുതായിത്തീരുന്നു. ഉള്ളിലേക്ക് വളഞ്ഞതും തുമ്പിയോട് തിങ്ങി ഉരഞ്ഞ് കൂട്ടുകൊമ്പുകളുള്ളതുമായ ആനകൾ നിരവധിയുണ്ട്. പക്ഷേ അവർക്കാർക്കുമില്ലാത്ത വിധമുള്ള ഇത്തരമൊരു വിരുതൻ കൊമ്പ് ഇവൻ്റെ മാത്രം തനത് സമ്പാദ്യം. മരപ്പണിയുടെ കാര്യത്തിൽ കോട്ടയം ജില്ലയിലെ തന്നെ ജഗജില്ലയെന്ന് പറയാവുന്നവനാണ് അക്ബർ. പക്ഷേ ആ പണിയിലും അക്ബറിന് ഒരു പ്രത്യേകതയുണ്ട്, നിർബന്ധവും. എത്ര വലിയ കിടുകിടിലൻ മരത്തോട് പൊരുതുമ്പോൾ പോലും അക്ബർ മരം പിടിക്കാനുള്ള വക്ക തൻ്റെ ആ പ്രശ്നക്കൊമ്പിലെ ചുറ്റിപ്പിടിക്കൂ. വലത്തെ കൊമ്പിൽ വക്ക കൊടുത്ത് പുതിയ അടവ് നയങ്ങൾ പയറ്റുന്ന ഒരാനപ്പിറപ്പ്. ഈ വീട്ടിലെ ആനയുടെ ഒരുപാട് ആനകൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് വിറ്റിട്ടുണ്ട് അല്ലേ? പലരും പോയിട്ടുണ്ട്. മറ്റാനകളും അക്ബറുമായിട്ടുള്ള വ്യത്യാസം എന്താണ് അമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത്? ബറാനയുടെ അടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കഴിച്ചുകൊണ്ട് വരാം. ഒരു കുഴപ്പമില്ല. ഇഷ്ടമുണ്ടാവാൻ എന്താ കാരണം?
ഞങ്ങൾ ഇവിടെ ശബ്ദം ഇവിടെ നിന്ന് ഞങ്ങൾ അക്ബറെ വാടാന്ന് പറഞ്ഞാൽ മതി. അക്ബറെ ഒന്നും വിളിക്കേണ്ട, വാടാന്ന് പറഞ്ഞാൽ മതി. അവനെ അവിടെ നിന്ന് കിട്ടുന്നതിൽ ആനക്കാർ അഴിച്ചു കഴിഞ്ഞാൽ അവിടെ കയറി ഇങ്ങനെ പോരും. അത് അടുക്കള വശത്ത് വന്ന് ഞങ്ങൾ പഴം കൊടുക്കുന്നതിനും മതി. കൊടുത്താലും പോകാൻ അവിടെ നിന്നോളും. ഒരു ശല്യം എല്ലാവർക്കും കൈകാര്യം ചെയ്യാം. പേടിയൊന്നുമില്ല. പേടി തോന്നിയ സന്ദർഭം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടുമില്ല. വേറെ ആനയൊന്നും പേടിക്കേണ്ടി വന്നിട്ടില്ലേ? വേറെ ആനയും പേടിപ്പിച്ചിട്ടില്ല. എത്ര വർഷങ്ങളായിട്ട് ഇല്ല. അതൊരു അത്ഭുതമാണല്ലോ. രാജശേഖരനെ അതായാലും ഞങ്ങളോടൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പച്ചനെ ഓടിക്കുമായിരുന്നു. എന്നോട് ഒരു ശല്യമില്ല. അതും 10-15 കൊല്ലത്തോളം ഞങ്ങളുടെ കയ്യിൽ. അപ്പച്ചനെ കാണുമ്പോൾ ഓടിക്കും. ഞങ്ങളെ ഓടിക്കുകയല്ല, ഞങ്ങൾ എന്നാ പറഞ്ഞാലും ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇവൻ വരുമ്പോ ഇവന്റെ ഗ്രൂപ്പ് എത്ര ഉണ്ടായിരുന്നു? ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് വരുമ്പോഴും അങ്ങനെ ഒരു ചെറുതായിരുന്നു. 8 അടി 8.5 അടി കാണും. എന്താണ് ഇവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? അത് എന്നാ കൊടുത്താലും കപ്പ പൈസ കൊടുത്താലും തിന്നോളും. ഞങ്ങൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന എന്ത് പലഹാരവും കൊടുക്കും, എല്ലാ കൂട്ടവും കൊടുത്തു. പിന്നെ ശർക്കരയിലെ റസ്കൊക്കെയാണ് കൊടുക്കുന്നത്. വരുമ്പോൾ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കൊടുത്താൽ നമ്മൾ വളർക്കുന്നു. നമ്മളടുത്തിപ്പോ പിണക്കം എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു ദിവസം അവൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിൽ അവന് നിങ്ങൾ എന്തെങ്കിലും ഇല്ല ചോറയിലും കൊടുക്കും. എന്തെങ്കിലും കൊടുക്കാതെ പിണക്കേണ്ട ഒരു അവസരം വരികയില്ല. ഇന്നുവരെ വന്നിട്ടില്ല. നിങ്ങൾ പിണക്കിയിട്ടില്ല, അവനും പിണങ്ങിയിട്ടുമില്ല. പുതിയ വനം വന്യജീവി നിയമങ്ങളനുസരിച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്വന്തം കാട്ടിൽ നിന്നോ അയാളുടെ മറ്റേതെങ്കിലും ഭൂമിയിൽ നിന്നോ ഒരാനയെ കിട്ടിയാൽ പോലും അതിനെ പിടിക്കുവാനും ഉടമസ്ഥാവകാശം നേടിയെടുക്കുവാനും സാധിക്കുകയില്ല. എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. അങ്ങനെ ഒരു കാലത്ത് ഏതാണ്ട് 10-40 വർഷങ്ങൾക്കപ്പുറം ഒരു സ്വകാര്യ വ്യക്തിയുടെ വനഭൂമിയിൽ നിന്നും ലഭിച്ച അല്ലെങ്കിൽ പിടിക്കപ്പെട്ട ഒരാനക്കുട്ടി, അവനാണ് ഇന്നത്തെ ഈ അക്ബർ മഹാരാജൻ. ഏറനാട് താലൂക്കിൽ അരീക്കോട് അംശം ദേശത്തിൽ കല്ലുവെട്ടിക്കുഴിയിൽ അഹമ്മദ് കുട്ടിയുടെ സ്വകാര്യ വനഭൂമിയിലെ കുഴികളിൽ ഒന്നിൽ വീണുപോയ ആനക്കുട്ടി. ആനക്കുട്ടി വീണെന്നറിഞ്ഞാൽ അന്ന് അവിടുത്തെ നാട്ടുപ്രമാണിയായിരുന്ന അഹമ്മദ് കുട്ടിയുടെ തറവാട്ടിൽ ഒരു ഉത്സവത്തിനുള്ള ആൾ കൂടും. ആനപിടുത്തത്തിൽ പരിചയസമ്പന്നരായ പാപ്പാന്മാരും മിടുമിടുക്കന്മാരായ താപ്പാനകളും പിന്നെ ഒരു യുദ്ധത്തിനുള്ള ആൾക്കൂട്ടവുമായി അവർ കാടുകയറും. ആന ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാട്ടിലൊരു സദ്യയാണ്. ആനയോടൊരു എന്തുണ്ട് അപ്പം വലിയ അപ്പന്മാരൊക്കെ ആയിട്ട് ആനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മോഹം ഉണ്ടായി അല്ലേ? അതെ, അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ആന ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പന്റെ കാലത്ത് നിങ്ങളുടെ അപ്പന്റെ കാലത്തുള്ള ആനയായിരുന്നു ഉദയയിലേക്ക് വിറ്റുപോയി. ഉദയക്ക് കൊടുത്തൊരു ആന കൊടുത്താൽ ഭീമനാന എന്ന് പറഞ്ഞ ആന നമ്മുടെ സ്വന്തമായിരുന്നു. എത്ര വർഷം മുമ്പായിരിക്കും അതിനെ? അത് ഉദ്ദേശം ഒരു 30-35 വർഷം 30-34 വർഷത്തിന് മുമ്പ്. ഇപ്പം നിലവിൽ 2 ആനയോ നമുക്കുള്ളൂ. തറവാട്ടിൽ 10-15 ആനയുണ്ട്. ഈ മൊത്തം ഈ മീനച്ചിൽ താലൂക്കും ഒക്കെ ഇവിടെ ഒരു 10-60 ആന ഉണ്ടാവും അല്ലേ? 10-50 ഇടയ്ക്ക് വരും, 60 താഴെ വരും. അതിലൊരു 25 അധികമുള്ള നിങ്ങളുടെ തറവാട്ടിൽ തന്നെയാവോ? അതെ ആവും. അളിയനും ആനയുണ്ട്, നമ്മുടെ അളിയനുണ്ട്, രണ്ട് അനിയന്മാർക്കുണ്ട്, അളിയനുണ്ട്, മകളെ കുട്ടികളുണ്ട്. അടുത്തേക്ക് പോകാറുണ്ടോ? പിന്നെ പോകാറുണ്ട്. കുഴപ്പമില്ല. നമ്മൾ അടിച്ചോണ്ട് നടക്കും, പണിയിപ്പിക്കും. നീരിലായതുകൊണ്ട് ഇച്ചിരി അത്ര അടുക്കുന്നില്ല. എന്നാലും ഓടിച്ചിട്ടില്ല, ഇതുവരായിട്ട് ഓടിച്ചിട്ടില്ല. നല്ല അവസരം കൊടുത്തിട്ടുമില്ല. ആവശ്യമില്ലാതെ കയറി ചെല്ലുന്നില്ല. ഈ ആന എവിടെ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്? നമ്മൾ വാങ്ങിക്കുന്ന ഇവിടുന്ന് ഈരാറ്റുപേട്ടയിൽ നിന്ന്. അതവിടെ വാങ്ങിച്ച നിലമ്പൂർ കാട്ടിൽ നിന്ന് പിടിച്ച ആന. നിലമ്പൂരുകാർ എറണാകുളംകാർ ആയിരുന്നു. കൈമാറി എത്ര വർഷം മുമ്പാണ് നമ്മുടെ വരുന്നത്? നമ്മുടെ വന്നിട്ട് 22 വർഷമായി. 20 വർഷം. മനുഷ്യവർഗത്തോട് മൊത്തത്തിലുള്ള പ്രതിഷേധം ചെറിയ ഗാന്ധിയൻ സമരമുറകളിലൂടെ പുറത്തെടുക്കുമ്പോഴും പ്രാത്തോട്ടം വീട്ടിൽ തികഞ്ഞ ഒരു അപ്പാവിയാണ് അക്ബർ. അപ്പച്ചൻ മേരിക്കുട്ടി ദമ്പതികളുടെ 6 പെൺമക്കൾക്കും സ്നേഹനിധിയായ വല്യേട്ടൻ. 6-ൽ 5 പേരുടെയും വിവാഹം അവൻ തന്നെ അപ്പച്ചനൊപ്പം നിന്ന് നടത്തുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും മാത്രമുള്ള, തുറന്ന് പ്രതിഷേധിക്കാൻ അറിയാത്ത വെറും ഒരപ്പാവിയാണ് അക്ബർ എന്ന് വിചാരിക്കണ്ട. അളമുട്ടിയാൽ ചേര മാത്രമല്ല, അക്ബറും തിരിഞ്ഞു കടിച്ചെന്ന് വരും. പ്ലാത്തോട്ടം വീട്ടിലേക്ക് എത്ര ആനകൾക്ക് വേണമെങ്കിലും വരാം, പോകാം. പക്ഷേ അവിടെ തനിക്കുള്ള പ്രഥമ പരിഗണനയും വിശേഷാൽ പൂജകളും മറ്റാർക്കെങ്കിലും ലഭിക്കുന്നു എന്ന് വന്നാൽ അവനത് തീരെ പിടിക്കില്ല. കുറച്ചുനാൾ മുമ്പ്